നമസ്കാരം. കുണ്ടിരിക്കുമിടമെല്ലാം കുമരനിരിക്കുമിടം എന്നത് ശ്രീമുരുകനെ പറ്റിയുള്ള തമിഴിലെ പ്രശസ്തമായ പഴമൊഴിയാണ്. തെൻതണികെ എന്ന് ഭക്തർ പോറ്റിപ്പുകഴ്ത്തുന്ന, ഭക്തരുടെ കുറവുകൾ മാറ്റുന്ന ചെന്നൈക്കടുത്തുള്ള ഒരു പ്രശസ്ത മുരുകൻ ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമിகு സുബ്രഹ്മണ്യ സ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ കാഞ്ചീപുരം ജില്ലയിൽ ചെന്നൈക്കടുത്ത് കുണ്ട്രത്തൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീമുരുകൻ സുബ്രഹ്മണ്യ സ്വാമി എന്ന നാമത്തിൽ വള്ളിദേവയാനി സമേതനായി അനുഗ്രഹം ചൊരിയുന്നു. പ്രധാനമായും ഇതൊരു വിവാഹ സന്താന തടസ്സം മാറ്റുന്ന ക്ഷേത്രമായും അറിയപ്പെടുന്നു. ഭക്തന്മാർക്ക് ജ്ഞാനം അരുളുന്നവർ എന്നതാണ് സുബ്രഹ്മണ്യർ എന്ന വാക്കിനർത്ഥം. കുന്നുകളോടെയുള്ള ഗ്രാമം എന്നർത്ഥത്തിൽ ഈ പ്രദേശം കുണ്ട്രത്തൂർ എന്നറിയപ്പെടുന്നു. തീവ്ര മുരുകഭക്തനായ അരുണഗിരിനാഥർ ഈ ക്ഷേത്രത്തിലെ മുരുകനെ പറ്റി തിരുപ്പുകളിൽ പാടിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ തീവ്ര ശിവഭക്തരായിരുന്ന 63 നായന്മാരുടെ ചരിത്രം വിവരിക്കുന്ന പുസ്തകമായ പെരിയ പുരാണം രചിച്ച സൈക്കിഴാരുടെ ജന്മസ്ഥലമാണ് ഇവിടം. സൈക്കിഴാർ എന്നും കുണ്ട്രത്തൂർ മുരുകനെ ആരാധിച്ചിരുന്നതായാണ് ചരിത്രം. മലയടിവാരത്തിൽ സൈക്കിഴാർക്കായി തനി സന്നിധിയുണ്ട്. സൈക്കിഴാർ ഗുരുപൂജ ദിവസം ശ്രീമുരുകൻ കുന്നിൽ നിന്നിറങ്ങി വന്ന് കീഴേക്കോവിലിൽ സൈക്കിഴാർക്ക് ദർശനം കൊടുക്കുന്ന വൈഭവം ക്ഷേത്രത്തിൽ നടക്കുന്നു. ഏകദേശം 50 അടിയോളം ഉയരമുള്ള ഒരു ചെറു കുന്നിലാണ് കുണ്ട്രത്തൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം നിലകൊള്ളുന്നത്. 84 വിശാലമായ പടികളുണ്ട് ക്ഷേത്രത്തിലേക്ക്. അതല്ലാതെ സ്വകാര്യ വാഹനങ്ങൾക്ക് പോകാൻ കോവിൽ മുൻവശം വരെ ടാർ റോഡും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ധാരാളം സ്ഥലവുമുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. പുരാണപ്രകാരം ശൂരപത്മനെ തിരുച്ചെന്തൂരിലും സിംഹമുഖാസുരനെ തിരുപ്പറങ്കുன்றത്തിലും ശ്രീമുരുകൻ വധിച്ചു. പിന്നീട് തിരുപ്പോരൂരിൽ താരകാസുരനുമായി പോരിട്ട് അസുരനെ വധിച്ച ശേഷം ശ്രീമുരുകൻ ശാന്തനായി തിരുത്തണിയിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ ശിവപൂജ ചെയ്യണമെന്ന് വിചാരിച്ച് ഇവിടെയുള്ള ഒരു കുന്നിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജിച്ചു. അതിനുശേഷം ശ്രീമുരുകൻ കുറച്ചു ദിവസം ഇവിടെ വിശ്രമിച്ച ശേഷം തിരുത്തണിക്ക് പോയി എന്നാണ് ഐതിഹ്യം. ശ്രീമുരുകനാൽ പൂജിക്കപ്പെട്ട ശിവലിംഗം കുന്നിന്റെ അടിവാരത്തുള്ള കോവിലിൽ കന്തളീശ്വരർ എന്ന നാമത്തിൽ കുടികൊള്ളുന്നു. പിൽക്കാലത്ത് കുലോത്തുംഗ ചോഴൻ രണ്ടാമന്റെ ഭരണകാലത്ത് മന്നൻ ശ്രീമുരുകന് വേണ്ടി ഇവിടെ ഒരു കോവിൽ നിർമ്മിച്ചു എന്നാണ് ചരിത്രം. ശ്രീകോവിലേക്ക് എത്തും മുമ്പ് പടികൾ തുടങ്ങുന്നിടത്ത് മനോഹരമായ 16 തൂൺ മണ്ഡപം. മണ്ഡപത്തിന്റെ മുകൾ ഭാഗത്ത് പാർവതി പരമശിവന്മാരുടെയും വള്ളിദേവയാനി സമേത സുബ്രഹ്മണ്യരുടെയും സിദ്ധി ബുദ്ധി സമേത വിനായകരുടെയും ശില്പങ്ങൾ. ഭക്തർ ഇവിടെ അസുഖങ്ങൾ മാറാൻ ഉപ്പും കുരുമുളകും സമർപ്പിച്ച് കർപ്പൂരം കത്തിച്ച് പടികൾ കയറുന്നു. കുറച്ച് പടികൾ കയറി ചെന്നാൽ വലതുഭാഗത്തായി വലഞ്ചുഴി വിനായകരുടെ ചെറിയ കോവിൽ. കുറച്ചുകൂടി പടികൾ കടന്ന് മേലെ പോയാൽ ക്ഷേത്ര മുൻവശം. 3 നില രാജഗോപുരത്തോടെ വടക്ക് ദർശനമായി കാണപ്പെടുന്ന കുണ്ട്രത്തൂർ മുരുകൻ കോവിൽ ചോഴ രാജാക്കന്മാരും പിന്നീട് ഭരിച്ച രാജാക്കന്മാരും പുനർനിർമ്മാണം ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ചെറിയ നന്ദവനത്തിൽ ശ്രീമുരുകൻ വള്ളിയെ സന്ധിച്ച തരുണം ശില്പരൂപത്തിലുണ്ട്. ക്ഷേത്രത്തിനുള്ളിലൊരിടത്ത് പാമ്പൻ സ്വാമികളുടെ ചിത്രവും പുറത്തായി ഭക്തർക്ക് ദീപം തെളിയിക്കാൻ ഇടവുമുണ്ട്. 2022 ഏപ്രിൽ മാസത്തിലാണ് ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടന്നത്. മഹാമണ്ഡപത്തിലെത്തിയാൽ വിനായകർ സന്നിധിയും കാശി വിശാലാക്ഷി വിശ്വനാഥർ സന്നിധിയും. നൂറുകാൽ മണ്ഡപത്തിൽ ശ്രീമുരുകന്റെ 6 പടവീടുകളിലുമുള്ള ശില്പങ്ങൾ. പ്രകാരങ്ങളിലായി ഭൈരവർ, നവഗ്രഹങ്ങൾ, ദക്ഷിണാമൂർത്തി, വിഷ്ണുദുർഗ, നാഗങ്ങൾ എന്നിങ്ങനെയുള്ള ഉപപ്രതിഷ്ഠകളുമുണ്ട്. ബലിപീഠം, ധ്വജസ്തംഭം, മയിൽവാഹനം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ പ്രധാന സന്നിധിക്ക് മുന്നിലുള്ള ദ്വാരപാലകർ ശ്രീമുരുകനെ പോലെ വജ്രായുധവും വേലും പിടിച്ചാണ് നിലകൊള്ളുന്നത്. ഗർഭഗൃഹത്തിൽ ഷഡ്കോണ വിമാനത്തിന് കീഴെ ശ്രീമുരുകൻ ഏകമുഖത്തോടെയും 4 കരങ്ങളോടെയും കൈകളിൽ വേലും പൂവൻകോഴി കൊടിയടയാളത്തോടെയും കൂടി സുബ്രഹ്മണ്യർ എന്ന നാമത്തിൽ വള്ളിദേവയാനി സമേതനായി നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. കരുവറയ്ക്ക് മുന്നിലുള്ള വാതിലിൽ നേരെ നിന്ന് നോക്കിയാൽ ശ്രീമുരുകനെ മാത്രമേ ഭക്തർക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഒരു ഭാഗത്ത് ചരിഞ്ഞു നിന്ന് നോക്കിയാൽ ശ്രീമുരുകൻ വള്ളിയോടൊപ്പവും വേറെ ഭാഗത്തു നിന്ന് നോക്കിയാൽ ശ്രീമുരുകൻ ദേവയാനിയോടൊപ്പവും നിൽക്കുന്നതായി തോന്നുന്ന തരത്തിലാണ് ഗർഭഗൃഹം നിർമ്മിച്ചിരിക്കുന്നത്. മുൻമണ്ഡപത്തിൽ ഉത്സവമൂർത്തികൾ. പ്രധാനമായും വിവാഹ തടസ്സവും സന്താന തടസ്സവും മാറ്റുമെന്ന് പ്രശസ്തിയുള്ള കോവിലാണിത്. ഭക്തർ വിവാഹ തടസ്സം മാറാൻ ഭഗവാനും ദേവിമാർക്കും വസ്ത്രം ചാർത്തി തിരുക്കല്യാണ വഴിപാടുകൾ നടത്തുന്നു. സന്താനഭാഗ്യത്തിനായി ഭക്തർ ക്ഷേത്രപ്രകാരത്തിലുള്ള അരസമരത്തിൽ തൊട്ടിൽ കെട്ടി പ്രാർത്ഥിക്കുന്നു. അതല്ലാതെ കാവടിയെടുത്തും പാൽക്കുടമെടുത്തും മുടിയിറക്കിയും കാതുകുത്തിയും മാലയിട്ട് മലചവിട്ടിയും ഭക്തർ തങ്ങളുടെ വഴിപാടുകൾ നിറവേറ്റുന്നു. സന്താനഭാഗ്യം കിട്ടിയ ഭക്തർ തുലാഭാരം നടത്തുന്നതും കുഞ്ഞുങ്ങളെ ഭഗവാന് ദത്ത് കൊടുത്ത ശേഷം തവിട്, ശർക്കര എന്നിവ പകരം കൊടുത്ത് കുഞ്ഞുങ്ങളെ തിരിച്ചു വാങ്ങുന്ന സമ്പ്രദായവും ഇവിടെയുണ്ട്. ഇവിടെയുള്ള വില്ലു മരത്തിനടിയിലുള്ള വില്ലു വിനായകരെ പ്രാർത്ഥിച്ചാൽ ആഗ്രഹിച്ചത് നടക്കും എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ ദിനവും ഭക്തർക്ക് അന്നദാനവും നടക്കുന്നുണ്ട്. ക്ഷേത്രവൃക്ഷം വില്വം. ക്ഷേത്രതീർത്ഥം ശരവണപ്പൊയ്ക. ശിവാഗമ വിധി പ്രകാരമുള്ള 5 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. വൈകാശി വിശാഖം, കന്ദഷഷ്ടി 8 നാൾ ഉത്സവം, 6-ാം നാൾ ശൂരസംഹാരം, 7-ാം നാൾ വള്ളി തിരുക്കല്യാണം, 8-ാം നാൾ ദേവയാനി തിരുക്കല്യാണം, ചിത്തിരിയിൽ കുറിഞ്ചി പെരുമുഖ തിരുവിഴ, തൃക്കാർത്തിക, തൈപ്പൂയം, പങ്കുനി ഉത്രം,
പൗർണമി, കാർത്തിക നക്ഷത്ര ദിവസങ്ങൾ, പ്രദോഷം, ചതുർത്ഥി എന്നീ ദിവസങ്ങളും ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ടത്. പൂജാ സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 മണി വരെ, വൈകുന്നേരം 3:30 മണി മുതൽ രാത്രി 8:30 മണി വരെ. വിശേഷ ദിവസങ്ങളിൽ പൂജാ സമയങ്ങളിൽ മാറ്റമുണ്ടായിരിക്കും. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കുണ്ട്രത്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് 1.5 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ താമ്പരം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.